ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മള് സമയം രാത്രി 10:40. നമ്മൾ ഇന്നൊരു ഫുഡ് സ്പോട്ടിൽ പോവുക. ബെസ്റ്റ് ബർഗർ ഇൻ ടൗൺ എന്നാണ് അറിയപ്പെടുന്നത്. പോയി കഴിച്ചു നോക്കാം. നമുക്ക് ആ ടാഗ് അവർക്കുള്ളതാണോ നോക്കാം. പലയിടത്തും ട്രിവാൻഡ്രത്തും ഞാൻ കഴിച്ചിട്ടുണ്ട്. ടഫ് കഫേന്ന് കഴിച്ചിട്ടുണ്ട്. നമ്മുടെ പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന പണ്ടാരെ എന്തോ അങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നല്ലോ, പേര് മറന്നുപോയി. നമുക്ക് നോക്കാം ഇവിടുത്തെ ഷോപ്പിൽ പോയിട്ട് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് എടുക്കാം. ഇപ്പം നൈറ്റ് ഇപ്പോൾ 10:40 ആയിട്ടുണ്ട്. നമുക്ക് അവിടെ ഷോപ്പ് 2 മണി വരെ എന്തോ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ മാത്രമല്ല, എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. നമുക്ക് ഒരുമിച്ച് വ്ളോഗ് ചെയ്ത് ഞാൻ പോയി എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം. അതാകുമ്പോൾ നിങ്ങൾക്കും പോയിട്ട് ഞാൻ ട്രൈ ചെയ്യുന്ന ഡിഷസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിഷസോ പോയി ട്രൈ ചെയ്യാമല്ലോ. എങ്ങനെ വിട്ടരാം. കമാൻ. 5 പീസ് ബർഗർ പറ. ഫസ്റ്റ് ബർഗർ നോക്കാം. 1/4 പൗണ്ട്. നീ ചിക്കനോ ബീഫോ പറയണം? ബീഫിലേക്ക് പറയട്ടെ. ബീഫിലാണ് അതാ പോകുന്നത്. ബീഫില് അപ്പൊ പിന്നെ ബീഫില് നമുക്ക് ഉണ്ട് പറയാം. ചിക്കനാ തിക്കായിട്ടുള്ള സ്മാഷിൽ നമ്മൾ തിക്കായിരിക്കില്ലല്ലോ. അപ്പൊ പിന്നെ ചില്ലി വലി പറയാം. ചില്ലി വലി സ്മാഷ് ബീഫ് ബർഗറിൽ ചില്ലി വലി പറയാം. എല്ലത് എന്ത് സാധനം? നൈക്ക് എയർഫോഴ്സ് 10 9 കൊള്ളാം. ലിമിറ്റഡ് എഡിഷൻ. 2 hours later. കുടിക്കാൻ വെള്ളമൊക്കെ തന്നു ഗൈസ്. ഈ ഗായ്സ് വിളിയൊന്നും മാറ്റണം. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം എല്ലാവരും എനിക്കത് വേണ്ട. ഐ നീഡ് സംതിങ്. സുഹൃത്തുക്കളെ, മണി നമ്മുടെ നിലവാരത്തിനൊന്നും ഒരു കുഴപ്പമില്ല. ഹലോ, അത് ന്യൂട്രല്ല ഷേക്കാ? ന്യൂട്രല്ല ഷേക്ക് ആൻഡ് സ്വീറ്റ് പൊട്ടാറ്റോ പെരി പെരി അല്ലേ? സ്വീറ്റ് പൊട്ടാറ്റോ good for health. ഞാൻ മീലോ ട്രൈ ചെയ്തിട്ടില്ല. മീലോയുടെ ടേസ്റ്റ് ആണ്. എത്ര? 200? ലോട്ടസ് ബിസ്കപ്പാണോ? ന്യൂട്രല്ല മസ്റ്റ് ട്രൈ. വേണമെന്നില്ല, കുഴപ്പമില്ല. ഒരെണ്ണം ഡമ്മിയും ഒരെണ്ണം വർക്കിങ്ങും. അത് ഞാൻ ബോണത്തിൽ സെറ്റ് ചെയ്തപ്പം അങ്ങനെ ആയിരുന്നു. എനിക്ക് നീ കൊണ്ടുപോകണം. സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഡംപി ഗൈസ്. മറ്റേ ഇതില്ലേ BGF, അവിടെ ഒരു സാൻഡ്വിച്ച് കിട്ടും, എഗ്ഗിന്റെ മിക്സ്ഡ്. ഞാൻ വിചാരിച്ച് പ്രോട്ടീൻ ഇല്ലെന്ന് പറഞ്ഞ് മേടിച്ചല്ലേ. മുട്ടയാണ്. മുട്ട മറ്റേ ബോയിൽ ചെയ്തിട്ട് അതിനെ ചണ്ടാക്കി ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഡബിൾ പ്ലേറ്റ് ഇല്ലേ? ആ ഒരു മൈൻഡ് കേക്ക് ടേസ്റ്റ് നമ്മുടെ
This bite is going to be heaven. Soul touching flavor. എന്തോ സാധനം മേടിച്ചത് പക്ഷെ സീനല്ല. ടർഫിന് കന്തരിന്നാണോ പേര്? ചില്ലി വില്ലി ബർഗർ ബീഫ്. Spicy thing. I can't think of tomorrow morning. സ്പൈസി സാധനം എരിവ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഓർഡർ ചെയ്യാം. ചില്ലി വില്ലി. വേറെ കോമഡി അറിയോ? ഇതിൽ പലതും ഓടി ക്യാപ്ചർ ആകും. ഞാൻ പോയിട്ട് വോയിസ് എന്തിനാണ് കേൾക്കൂല. ഇത് കഴിച്ചു തീർത്തിട്ട് വരാം. വെള്ളം കുടിക്കണം. എന്താ വെയിറ്റ് കൂടുതൽ. ആ ഫ്രണ്ടിൽ മറ്റേ പോലീസുകാർ അവിടെ നിന്നിട്ട് ഇങ്ങനെ കൈ കാണിക്കുക. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ട് വ്യൂവിൽ ബസ് കിടക്കണമെങ്കിൽ പോകാൻ പറ്റൂല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവിടെ ഞാൻ പാട്ട് മാറ്റാൻ വേണ്ടി ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരുന്നു. അയാൾ അവിടെ കിടന്ന കയ്യും കലാശോ. എന്നിട്ട് ഞാൻ അടുത്ത് വന്നേട്ടെ പെറ്റി അപ്പോഴാണ് ഞാൻ ഫോണിൽ നിന്ന് കൈ എടുക്കുന്നത്. എന്നിട്ട് പറഞ്ഞ് എന്നാ ടിൻ റിപ്പോർട്ടറൊക്കെ വെച്ചാൽ ഒന്നും അറിയില്ല. അപ്പൊ ഇങ്ങനെ ചിരിച്ചേട്ടാ പറഞ്ഞ് ലൂസ്. അയാൾ മറ്റേ ഇത് തന്നെയല്ല, മറ്റേ ഇത് തന്നെയല്ല, ഊരി എടുക്കും ഞാൻ എല്ലാം അങ്ങോട്ട്. അതായിരുന്നു ഞാൻ മറ്റേ താങ്ക്സ് ഫാനാ പിടിച്ചെടുക്ക നമ്പർ നല്ലതാ ആ സാധനം വരുന്നത്. ബാക്കിൽ വണ്ടിയില്ലല്ലോ അല്ലേ സീൻ അളിയ ഫ്രണ്ട് ആരോട് പറയാ. ഐ തിങ്ക് ഈസ് എ പ്രോ ഡ്രൈവർ. ഇൻഷാല്ലാ പടച്ചോനെ കാത്തോ. ഓ സീൻ ഐ ലൈക്ക് ഇറ്റ്. നീ മറ്റേ ഫസ്റ്റ് എടുത്തപ്പോ ഞാൻ അല്ല നീ പിന്നെ എന്തൊരു ആറാമത്തെ ഗിയറിട്ട് ഫ്രണ്ട് ബാക്ക് എടുത്താ ഞാനെന്തിരെന്ന് പറയണം. പിന്നെ അല്ല ഞാൻ പറഞ്ഞു ബ്ലർ ചെയ്യണമല്ല ഷീറ്റ് ചെയ്യണമല്ല. ആ പക്ഷെ അളിയ സെറ്റ് ആണ് ബ്രോ. അല്ല ഗൈസ് ആടാ അതൊരു പ്രശ്നം. അല്ല പോവും പക്ഷെ ഒരു ലിമിറ്റ് വരെ പോകുള്ളൂ. കാരണം നിന്റെ വലത്തെ കാല് മാത്രം ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോകും. അടുത്ത സൈഡിൽ ജാമായിരിക്കും. അല്ല ഇത് ഇലക്ട്രോണിക് ആണ്. ഇലക്ട്രോണിക് ആണ്. ഞാൻ ഈ കാർ എടുത്തപ്പോ ആദ്യം വിചാരിച്ച് ബൂസിലുള്ള ഓരോ സ്പെസിഫിക്കേഷനെ അജ്മൽ കയറിട്ട് ഞാൻ കുറെ വട്ടിച്ചിട്ടുള്ള ഇന്ത്യയിൽ പ്രശ്നം ഉണ്ടോ അങ്ങനെ മൈലല്ല ആശം ക്ലിയർ ആണെന്നുള്ള പറയാം. ഞാൻ പിന്നെ എന്ത് ഷോറൂമിൽ കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു അയ്യോ അത് നിന്റെ പറഞ്ഞില്ലല്ലേ മോനെ ഇതിൽ പ്രശ്നമുണ്ട്. ഫസ്റ്റ് ടൈമിൽ ക്രൂസ് ഓടിക്കണം.
ക്രൂസില്ല അജ്മൽ ഓടിച്ചല്ലേ? ഓ നിന്നെ മറ്റേ സർപ്രൈസ് ചെയ്ത് നമ്മള് വന്നു. നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ഗൈസ്, അജ്മൽ. വയ്യാണ്ട് കാല ഡബ്ല്യു ആയിട്ട് കിടക്കുകയാണ്. ഡബ്ല്യു അപ്പൊ അവനൊരു പണ്ടൊരു ക്രൂസ് ഉണ്ടായിരുന്നു, 2009 മോഡലാണ്, ടൈപ്പ് 1. അതാണ് ആദ്യത്തെ എൻ്റെ ഓട്ടോമാറ്റിക് കാർ ഞാൻ ഓട്ടിച്ചത്, പീക്ക് ക്വാളിറ്റി. അങ്ങനെ അതിനുശേഷമാണ് ഞാൻ ഇതിലോട്ട് ഇറങ്ങിയത്. എല്ലാം നല്ല വണ്ടിയാ, പക്ഷെ മെയിൻ്റനൻസും പിന്നെ അതിൻ്റെ പാർട്സും അയ്യോ. പക്ഷെ ഓട്ടിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ, എത്ര ലോങ് പോയാലും ഒരു ടയർനെസ്സും തോന്നൂല. ഞാൻ ഒരു പെപ്സി ഇവിടെ വെച്ചായിരുന്നു. മോഡുണ്ട്, അത് ഓട്ടോമാറ്റിക് 2000 വലിക്കും. എന്നെ വലിപ്പിക്കില്ലേ, കുടിച്ചോണ്ടിരിക്കല്ലേ. ഒരു ട്യൂണിങ് സെറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ തിങ്കിങ് ആണ്. കാരണം എനിക്ക് ഈ പവർ ഓക്കെയാണ്. പോലെ ഉണ്ട്, വുൾഫുണ്ട്, ട്യൂണോട്രോണിക്സ് ഉണ്ട്. എനിക്ക് ഡൗൺ പേ പഠിച്ചെന്നൊരു ചേട്ടനുണ്ട്. ആ ചേട്ടന് ഷൗട്ട് ഔട്ട് ടു ആൽഫ ക്രൂ പ്രൊജക്ട്സ്. അവരാണ് എനിക്ക് ഡൗൺ പൈപ്പ് ചെയ്ത് തന്നത്. അവരുടെ തന്നെ എനിക്ക് ഇത് ചെയ്യാൻ പറ്റും. ട്യൂണോട്രോണിക്സ് എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ ബ്രാൻഡ് ഉണ്ട്. അവര് ഇന്ത്യനല്ല സത്യം പറഞ്ഞത്, പുറത്തുള്ള ഇന്ത്യന് അവന്മാര് ചെയ്യുന്നത് ഇതുപോലെ ട്യൂൺ ചെയ്ത് തരും. ഞാൻ കോസ്റ്റും കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അറൗണ്ട് 25 to 35 ആ റേഞ്ച് വരും. അപ്പം ട്യൂൺ ചെയ്താൽ ഗുണമെന്ന് പറഞ്ഞാൽ ഈ 1500-2000 റേഞ്ചിൽ വലിക്കുന്ന ടർബോ പുള്ളുണ്ട്, അത് ലിനിയർ ആവും. അതായത് നീ നോർമലി വലിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈ റേഞ്ചിൽ എത്തുമ്പോൾ മാത്രമേ ഒരു പുള്ള് വരത്തുള്ളൂ. മറ്റേത് സാധാ ഒരു 1000 കഴിയുമ്പോഴേ ലീനിയർ ആയിട്ട് പുള്ള് ചെയ്ത് തുടങ്ങും, മനസ്സിലായി? അപ്പം നമുക്ക് എല്ലാ RPM-ലും പവർ കിട്ടും. മറ്റേത് നീ 1500 കഴിയുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ എനിക്കിപ്പോ ഒരു ഡ്രാഗ് മറ്റേ പ്രൊമോട്ട് ചെയ്യണമല്ല, പക്ഷെ ഒരു ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 1000 പോട്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന വിചാരിച്ചോ, ഓവർടേക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മളിപ്പോ ഒരു വണ്ടിയുടെ ബാക്കിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ 1500-2000 ആ റേഞ്ച് പിടിച്ചിരുന്നാൽ മാത്രമേ ടക്കനെന്ന് പറഞ്ഞ് കയറാൻ പറ്റത്തുള്ളൂ. കാരണം അപ്പോഴേ വണ്ടി വലിക്കത്തു. ഇത്ര 2000 ടണ്ണുണ്ട്, അപ്പൊ ടർബോ വലിക്കണമെങ്കിൽ ആ പോയിന്റ് എത്തണം. പക്ഷെ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എപ്പോ ആണെങ്കിലും കാലും എടുത്ത് അങ്ങ് കയറി പ്രോസസ്സിനാണ് ഇത് അറിയാത്ത പോലെ അഭിനയിക്കുന്നത്. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ കേട്ടോ, സംശയം എപ്പോഴും നല്ലതാണ്. അപ്പത്തായിട്ട് കാറ് കയറി പോകണ്ടേ. അപ്പൊ ഇനി ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഓവർ പവർഡ് ആവൂല, പക്ഷെ ട്യൂൺ ചെയ്തുള്ള ഒരു അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറഞ്ഞാൽ വേറെ ടയർ പെട്ടെന്നുണ്ടാവും. അതെ, അതായത് ഇതിന്റെ പാർട്സ് കുറച്ചുകൂടെ പവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത്രയും പ്രഷർ സഹിക്കണം. അപ്പം അതൊക്കെ കൊണ്ട് ഞാൻ ഇങ്ങനെ ഓക്കെ എന്റെ ഈ പവർ മടുത്ത് കഴിയുമ്പോൾ, അത് പ്രണവ് എന്നോട് പറഞ്ഞാളിയ ഇപ്പൊ നിന്റെ വണ്ടിക്ക് പവർ ഉണ്ട്, നീ അത് ലൈക്ക് ബോർ അടിക്കുമ്പോൾ നീ ട്യൂൺ ചെയ്യും. അപ്പൊ നിനക്ക് കുറച്ചുകൂടെ ഫണ്ണാവും വണ്ടി. അപ്പൊ നീ എസ്തെറ്റിക്കലി മോഡ് ചെയ്തെന്ന് പറയും. അവൻ ഫുള്ള് ത്രില്ലാണ്. മറ്റേ ഫോട്ടോസ് ഉണ്ടാവും, നാട്ടിലും ഇല്ല എന്ന് പറഞ്ഞിട്ട് അളയത് വീഡിയോ ഇറക്ക്. ഞാൻ ഓരോ വീഡിയോ ഇറക്കുമ്പോ കാറിന്റെ വീഡിയോ എന്തായി, ഞാൻ പറഞ്ഞ അളയെ ചെയ്യാ ആയി എന്നാണ്. ഗുഡ്. നമുക്ക് മെല്ലെ ക്ലച്ച് പിടിച്ച് മെല്ലെ പോയിട്ട് ക്ലച്ച് പിടിച്ചാലേ വണ്ടി ഓണാവൂ. അപ്പൊ വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ അല്ലെ ക്ലച്ച് പിടിച്ചാലേ വണ്ടി ഓണാവണമെന്ന്. പ്രാട ഓട്ടിച്ച അവനോടാണ് ഞാൻ. നീ പ്രാട ഓടിച്ചിട്ടുണ്ടല്ലോ, വലിയ പുള്ളിയാണ്. ഷൗട്ട് ഔട്ട് ആദി, അവൻ വല്ല അറിയുന്നുണ്ടോ? ചെറുക്കാൻ നിന്റെ വണ്ടിയൊക്കെ എടുത്തോണ്ടും പോയി എല്ലാം അറിയുന്നുണ്ടോ? എന്ത് അത് കാണുന്നുണ്ടെങ്കിൽ ഇതാ യവനുണ്ടല്ലോ, ഇതാ ഈ ഫ്രാഡ് പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അയ്യോ അങ്ങനെയൊന്നുമല്ല പറഞ്ഞ ഞാൻ ഓടി വെച്ച് ഞാൻ ഇതിനെ മാറ്റി പറയിപ്പിച്ചു ഇതൊക്കെ പറഞ്ഞു. നീ കുറച്ച് നീ നോക്കുമ്പോ ഇപ്പൊ ഒരു വലിയ അവിടെ ഒരു വണ്ടി ഇല്ലേ അത് ഫ്രണ്ടില്. നമുക്ക് അവിടെ ആ ബട്ടന്റെ നടുക്കൊരു ബട്ടൺ ഉണ്ട്, ആ ലൈറ്റിന്റെ നടുക്കൊരു ബട്ടൺ ഉണ്ട്, ഞെക്ക്. അത് വെച്ചല്ല അത് കുറച്ചു ആ ബട്ടന്റെ നടുക്ക് ഞെക്ക്. അവിടെ ലൈറ്റിന്റെ ബട്ടൺ മറ്റേ ലൈറ്റിന്റെ ബട്ടൺ എവിടെ ചോദിക്കൂലേ, ഹെഡ്ലൈറ്റ് ഇടുന്ന സ്ഥലത്തിന്റെ നടുക്ക് ചെക്കെന്ന് പറഞ്ഞത്. അല്ല ഇവിടെ ബട്ടൺ ഇരിക്കുന്നത്
അപരാധി തിരിക്കുന്നത് തിരിയും, നടുക്ക് ഞെക്കിയ സെലക്ട് പ്രാണോലില്ലായിരിക്കും. അപ്പൊ ഗൈസ് ഇതൊക്കെ ഉള്ളൂ. നീ അവനെ ഡ്രോപ്പ് ചെയ്യണം, വീട്ടിൽ പോകണം. നാളെ ഓഫീസുണ്ട്, 12:30 നാളെ ഓഫീസുണ്ട്. പിന്നെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പറയാനുള്ള പറഞ്ഞു, കാന്താരി നല്ല എരിവാണ്, കിളി പോകും. പിന്നെ മാത്രം വിശ്വസിക്കില്ലേ? എന്ത് പറഞ്ഞോണ്ടാ സൂപ്പ് ഞാൻ ചെയ്തതാ, ചോപ്പല്ല ഇത്. കണ്ടോ, ഞാൻ ചെയ്തതാ. ഹംടി ഡംടി അതെങ്ങനെ? അയ്യോ അത് അത്ര പോരാ ഗൈസ്. ഹംടി ഡംടി അത്ര പോരാ. അത് ഒരു ഫ്ലേവർ ഇല്ല എന്ന് വെച്ചാ. പറ, നല്ല പറയുന്നത് ഒരുമാതിരി ഓന്തിന്റെ സ്വഭാവം കാണിക്കല്ലേ. അവിടെ ഇരുന്നിട്ട് ഇതൊന്നുമല്ലല്ലോ പറഞ്ഞ. പറ എടാ. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പറയാം. ബർഗേഴ്സ് ട്രൈ ചെയ്തു. ഹംടി ഡംടി ബർഗറും പിന്നെ കാന്താരി, അതിന്റെ ചില്ലി വില്ലി അങ്ങനെ എന്താ എന്റെ പേര്. ഭയങ്കര സ്പൈസി. കാന്താരി അതാണ് നമ്മുടെ മറ്റേ പെരി പെരിയോ, അതായത് നമ്മള് കഴിച്ച് കഴിഞ്ഞിട്ട് വരുന്ന എരിവല്ല അത്. ആക്ച്വലി നമ്മൾ വായിൽ വെക്കുമ്പോഴേ ഒരു എരിവടിയും. കാന്താരിയുടെ ആ സാധനം ലിറ്ററലി നമ്മളൊരു പച്ച കാന്താരി എടുത്ത് കഴിച്ചാൽ എങ്ങനെ ഇരിക്കുമോ ആ ഒരു കിക്ക് നാക്കിൻ്റെ മുകളിലും വായിൻ്റെ മുകളിലും ഒരു അടിയും അടിയും. അതാണ് സാധനം. പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ചിലപ്പം സ്പൈസ് ടോളറൻസ് ഉള്ള ആൾക്കാർക്ക് ഒന്നും അല്ലായിരിക്കാം. സോ എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് പറയുന്നത്. ദ ബെസ്റ്റ് ബർഗർ ഇൻ ടൗൺ എന്ന് പറയാൻ നോ, എൻ്റെ ഒപ്പീനിയൻ നോ. കാരണം ബെറ്റർ ബർഗേഴ്സ് ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഹംടി ഡംടി എന്ന് പറഞ്ഞ ബർഗറിൻ്റെ അകത്ത് എഗ്ഗും ചിക്കനും ചീസും എല്ലാം വരുന്ന സാധനമാണ്. പക്ഷെ അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കഴിക്കുമ്പോൾ തന്നെ ആ ഒരു ഫ്ലേവർ എക്സ്പോഷർ എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഒരു ഹൈ പ്രോട്ടീൻ റിച്ച് ഒരു ബർഗർ, അതാണ് സംഭവം. ബട്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ട്രൈ ചെയ്ത ബർഗർ സ്പോട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബർഗർ സ്പോട്ടായിരുന്നു പെൻഡഡൻ. അവരിപ്പോൾ കഴക്കൂട്ടത്തില്ല, ബട്ട് അവർ വേറെ എവിടെയോ ലൊക്കേഷനിലുണ്ട്. സോ അവിടെ നിന്ന് ഞാൻ യെല്ലോ കാസ്റ്റൽ ബർഗേഴ്സും പിന്നെ വേറെ ഏതൊക്കെയോ 2 ബർഗേഴ്സ് കഴിച്ചു. അതൊക്കെ കഴിക്കുന്ന ടൈം തന്നെ പീക്ക് ലെവൽ ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ ആ ഫസ്റ്റ് ബൈറ്റിൽ തന്നെ നമുക്ക് ആ ഒരു സാധനം പിടികിട്ടും. പക്ഷേ മസ്റ്റ് ട്രൈ ഐറ്റം ഫ്രം ബർഗർ കിച്ചൺ വാസ് ദ ന്യൂട്ടെല്ല ഷേക്ക്. അമ്പോ അത് കുടിച്ച അങ്ങ് ഇരുന്നു ഇപ്പോൾ സെറ്റ് സാധനം. അതിൻ്റെ ടേസ്റ്റ് ന്യൂട്ടെല്ല തന്നെയാണോ എന്ന് സംശയമുണ്ട്. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് ആളിയ സീൻ സാധനം. ട്രൈ ചെയ്ത് നോക്കൂ. ന്യൂട്ടെല്ല ഷേക്ക് വാസ് അവിടെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ട്രൈ ചെയ്ത സാധനങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ന്യൂട്ടെല്ല ഷേക്കാണ്. ലവ്ഡ് ഇറ്റ്. അത്രേ ഉള്ളൂ. ബിൽ എമൗണ്ട് എനിക്ക് ഞാൻ ഫോട്ടോ കൊടുത്തേക്കാം. ഞാനത് പേഴ്സിലൂടെ വെച്ചു. 1340 സംതിങ് എന്തോ ആയി. അതിൻ്റെ ഡീറ്റെയിൽഡ് ബില്ല് ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. പിന്നെ എല്ലാവരും വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ കാണുമ്പോൾ എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊരു ത്വര കിട്ടും. ഏത് സോ keep us supporting guys. Love you. Bye bye.